ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ വ്ളോഗായിട്ട് ഇറങ്ങുകയാണ്. രാവിലെ തന്നെ റെഡിയായി. ഞാൻ എന്താ ഇദ്ദേഹത്തിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോണേ. ഏതാ അതല്ലല്ലോ. അപ്പോൾ ഇതാ നമ്മൾ കാക്കനാടിന് പോവാണ്. പക്ഷെ ഈ ബസ്സിനകത്ത് ആകെ രണ്ട് പേര് വേറെ നമ്മളെ കൊള്ളതല്ല. ആ ചേച്ചി ആർക്കും ടാറ്റ കൊടുക്കുന്നുണ്ട്. നമുക്കിനി കാക്കനാട് അതെ കൃഷ്ണാർക്കൊക്കെ ടാറ്റ കൊടുക്കുന്നുണ്ട്. കുക്കു ഇതേക്കും ടാറ്റ തരൂ. അപ്പൊ നമ്മൾ ഇന്ന് കാക്കനാട് പോകും. നമ്മൾ ക്രാഫ്റ്റ് സ്റ്റേഷനിൽ പോകും. പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. എനിക്ക് ശരിക്കും നമ്മൾ എന്ത് മേടിക്കണം പോകുന്നു? നമ്മളിത് മേടിക്കാൻ പോകുന്നത് ഒന്ന് നമുക്ക് നല്ലൊരു വാട്ടർ കളറിന്റെ പേപ്പർ വാങ്ങിക്കണം. പിന്നെ എനിക്ക് ഓയിൽ പേസ്റ്റിൽ വാങ്ങിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കണം. ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇങ്ങനെ പരിപാടി എടുക്കും. അപ്പൊ നമുക്കിന്ന് ക്രാഫ്റ്റ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ കുറേ പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ ഇന്ന് നോക്കാം. ഇവിടെ മറ്റേ സംഭവം മഴനില ചില്ലുള്ളിൽ ആ സംഭവം ഭംഗിയിലെടുത്തതാ. നല്ല ഞാനെടുത്തു വന്ന പോലെ. കിട്ടിയാ എന്റെ ഫോട്ടോ? അങ്ങോട്ട് നോക്ക്. തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവമാണ് ഗൈസ്. അതിൻ്റെതായ തിരക്കുകളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് കാക്കനാടേക്ക് പോകുന്നത്. നമ്മൾ തൃപ്പൂണിത്തുറ വന്ന് അവിടെ നിന്ന് KSRTC ബസ് കയറിയിട്ടാണ് കാക്കനാടിന് പോകുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡായിട്ടുള്ള നല്ല സണ്ണി ആയിട്ടുള്ളൊരു അടിപൊളി ഡേ ആണ്. നമ്മളിന്ന് പോയി അടിച്ചു പൊളിച്ച് നാരങ്ങ വെള്ളം കുടിച്ച് തിരിച്ചു വരുന്നതായിരിക്കും. നാരങ്ങ വെള്ളത്തിനുള്ള ബഡ്ജറ്റ് എന്തെങ്കിലുണ്ട്. കൃഷ്ണക്ക് സൈഡ് സീറ്റ് ഇരുന്നൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് അവക്കും ഒരു വീഡിയോ എടുത്തു. കൃഷ്ണയുടെ തിരോധാനം എവിടെ? അല്ല, എന്റെ സൈഡ് സീറ്റിങ് വന്നേ. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ സൈഡ് സീറ്റിങ് വന്നേ. കുറച്ചുനാൾ കഴിയുമ്പോഴേ ഈ വീഡിയോസ് ഒക്കെ കണ്ടന്റ് ആർട്ട് മാറിയിട്ട് ഈ തെണ്ടല് മാത്രമാകും, വ്ളോഗ് മാത്രമാകുമെന്നാ. അതിപ്പോ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് എനിക്ക് ഏതാണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ വരയ്ക്കുന്ന വീഡിയോസിനെക്കാട്ടിലും കുറച്ചുകൂടി വ്യൂസ് ഒക്കെ കിട്ടുന്നത് ഇങ്ങനെ തെന്നാൻ പോകുന്ന വീഡിയോസിനൊക്കെയാണ്. അപ്പൊ മേ ബി അറിയാൻ പറ്റില്ല. പണമാണത് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് വീഡിയോസ് ചെയ്യുന്നത് ഓഫ്കോഴ്സ് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിപ്പോൾ ആർട്ടിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്ന് വെച്ചാൽ നമ്മൾ ആർക്ക് വേണ്ടാന്ന് വെക്കുന്നുള്ളതല്ല. അത് നമുക്ക് ഇനിയിപ്പം വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജോലി തന്നെ വേണ്ടാന്ന് വെച്ചത് ആർട്ടിന് വേണ്ടിയിട്ടാണ്. ചെയ്യണോ? അല്ലാണ്ട് ജോലിക്കാർ ഇഷ്ടമില്ല. അപ്പം നമ്മളിതാ കാക്കനാട് എത്തി. ഇതാ കാണുന്നതാണ് നമ്മുടെ ക്രാഫ്റ്റ് സ്റ്റേഷൻ. നമുക്കിനി നേരെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം അല്ലേ കുക്കു? ആയിട്ടുള്ള ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര ടൈനി ആയിട്ടുള്ളൊരു കവറും അതിനകത്തൊരു കുട്ടി ഏഞ്ചലും. അതെടുക്കാൻ പറ്റണില്ല. അടിപൊളി. വേണോ നിനക്ക്? അല്ല, അത് നീ സ്വന്തമായിട്ട് വാങ്ങിക്കണമല്ല, ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കണം. അല്ല, നീ വാങ്ങിയിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യണം. ഹായ്, കൊള്ളാട്ടോ. നോക്ക്, കാണിക്കേ. അടിപൊളി, നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റുകളുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ക്രിസ്മസിൻ്റെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്.
ഞാനും കുക്കും മെയിനായിട്ട് നോക്കിയത് നമ്മുടെ ഡ്രോയിങ് ബുക്കുകളായിരുന്നു കേട്ടോ. അവിടെ കുറേ ഡ്രോയിങ് ബുക്കുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രേ കളറിലെ ഡ്രോയിങ് ബുക്കാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹേർട്ടിൻ്റെ ഡ്രോയിങ് ചെയ്തായിരുന്നല്ലോ, അത് നമ്മൾ ചെയ്തത് ഒരു ഗ്രേ കളറിലെ പേപ്പറിലാണ് ചെയ്തത്, ഒരു കാർഡ്ബോർഡ് ബോക്സിൽ. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ളൊരു ബുക്കാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കണേ. ഒരെണ്ണം കണ്ടിട്ട് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ട് ഞാൻ തിരിച്ചു വെച്ചു. ചിലതൊക്കെ GSM കൂടിയതാകുമ്പം നല്ല റേറ്റ് ഉണ്ടാവും. അയ്യോ, 1500 രൂപയുടെ ബില്ലായി. നമ്മൾ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 കുരുപ്പുകളുടെയും കൂടെ ഞാൻ തിരിച്ചു പോകാൻ പോകാതെ പോകാൻ പാടില്ല. അത്യാവശ്യം നമ്മൾ ഒരു 1500 രൂപയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അറിഞ്ഞില്ലേ? പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു നാരങ്ങ വെള്ളം കുടിക്കണം, വീട്ടിൽ പോകണം. നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. കൃഷ്ണ വീട്ടിലേക്ക് പോയി, കുക്കു ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ എന്താ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഐറ്റംസൊക്കെ കാണാനായിട്ടുള്ള ലൈക്ക് എല്ലാം പൊട്ടിച്ച് നോക്കാനായിട്ടുള്ളൊരു ധൃതിയിൽ അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ബ്രസ്ട്രോനെ തന്നെ എടുത്ത് നോക്കാമല്ലേ, ഓയിൽ പേസ്റ്റിൽ. പക്ഷേ ഇതിൻ്റെ ഞാനൊരു അൺബോക്സിങ് വീഡിയോ എന്തായാലും വേറെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതിപ്പം പൊട്ടിക്കുന്നില്ല. നമുക്കിതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും കൂടി ആയിട്ട് വേറൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. 48 ഷെയ്ഡ്സ് ആണ് വരുന്നത്. നമുക്കിത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അന്നേരം നോക്കാം കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് നമ്മുടെ വാട്ടർ കളർ പേപ്പറാണ്, ക്യാൻസറിൻ്റെ പേപ്പറാണ്. ഇത് 5 ഷീറ്റുണ്ട്. 5 ഷീറ്റ് 300 GSMൻ്റെ 5 ഷീറ്റിന് റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. A3 സൈസിലെ പേപ്പറാണ്. നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നല്ല 1-2 വർക്ക് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഗ്രേ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഹേർട്ട് വരച്ചത് ഒരു ബുക്കിൻ്റെ ബാക്കിലുള്ള ഗ്രേ കാർഡ് ബോർഡിനകത്താണ് വരച്ചത്. അപ്പോൾ തൊട്ടേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു വേറൊരു കളറിലെ പേപ്പർ വാങ്ങിക്കണം. അത് കാരണം ഞാനൊരു ഗ്രേ കളറിലെ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. അതും A3 സൈസാട്ടോ വാങ്ങിയത്. ഇതിന് 310 GSM ഉണ്ട്. 10 ഷീറ്റാണ്. 130 രൂപയാണ് റേറ്റ് വന്നേക്കുന്നത്. ഞാൻ പേപ്പർ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഷീറ്റ് വരുന്നത്. അത്യാവശ്യം കൊള്ളാട്ടോ. നല്ല കട്ടിയുള്ള നല്ല സ്മൂത്തായിട്ടുള്ള പേപ്പറാണ്. എനിക്കിഷ്ടമായി. നമുക്ക് ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ല 2 വർക്ക് ചെയ്യണം. വരുന്ന ദിവസങ്ങളിൽ നമുക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ വാങ്ങിയത് പിന്നെ കുക്കു 2 ഡ്രോയിങ് ബുക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുക്കു ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവൾ 2 ഡ്രോയിങ് ബുക്ക് വാങ്ങിയിട്ടുണ്ട്. സ്കെച്ച് ബുക്ക് വെച്ച് സിമ്പിളായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കെച്ച് ബുക്കാണ് കേട്ടോ. ഇതിന് വലിയ റേറ്റ് വരുന്നില്ല. ഇത് ജസ്റ്റ് 65 റുപ്പീസേ വരുന്നുള്ളൂ. A5 സൈസിൽ ഒരു 100 പേജസ് വരുന്നുണ്ട്. GSM വരുന്നത് 100 GSMൻ്റെ ആണ്. വലിയ കട്ടിയുള്ള പേപ്പറല്ല, പക്ഷെ എന്നാലും നമുക്ക് ഈ സ്കെച്ചിങ് ഒക്കെ സിമ്പിളായിട്ടുള്ള സ്കെച്ചിങ് ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ബുക്കാണ്. നമുക്ക് ബാഗിലൊക്കെ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ബുക്കാണ്. അതിൻ്റെ തന്നെ ഒരു A4 സൈസും അവൾ വാങ്ങിയിട്ടുണ്ട്. 2 സൈസാണ് അവൾ എടുത്തത്. കൊള്ളാം. വലിയ റേറ്റ് വരുന്നില്ല. 160 റുപ്പീസേ ഇതിനും വരുന്നുള്ളൂ. നല്ല 100 പേജസ് വരുന്ന നല്ലൊരു ഡ്രോയിങ് ബുക്കാണ്. അപ്പോൾ ക്രാഫ്റ്റ് സ്റ്റേഷനിൽ ഞാൻ ഒരുപാട് ഐറ്റംസ് ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ ക്രാഫ്റ്റ് സ്റ്റേഷനിൽ പോയിട്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഇത്ര ഐറ്റംസേ വാങ്ങിച്ചുള്ളൂ. പിന്നെ വാങ്ങിയത് ഒരു കുഞ്ഞൊരു ടോയ് അവിടെ കണ്ടായിരുന്നു കേട്ടോ. ക്യൂട്ടായിട്ടുള്ള ഇത് ഇങ്ങനത്തെ കുറേ കുട്ടി കുട്ടി ടോയ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നോക്ക് ചേടാ, എന്ത് ക്യൂട്ടാന്ന് നോക്കി.
ഇത് കൃഷ്ണയാണ് ആദ്യം എടുത്തത്. എനിക്ക് തോന്നുന്നു ഇത് പെൻസിലോ, നമുക്കൊരു പെൻസിലോ പെന്നോ എന്തെങ്കിലും വെച്ച് നോക്കാം. ഇത് കയറത്തില്ല. പെൻസിലിൻ്റെ യെസ്, നമുക്കിങ്ങനെ പെൻസിലിൻ്റെ ബാക്കിൽ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ക്യൂട്ടായിട്ടില്ലേ? അല്ലാതെ നമുക്ക് വെക്കാം, നമ്മുടെ ടേബിളിലൊക്കെ വെക്കാം. കൃഷ്ണയാണ് ഈ സംഭവം കണ്ടുപിടിച്ചത്. അവളെടുത്തപ്പോൾ ഞാനും ഒരെണ്ണം എടുത്തതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടൊരു ഡോഗ്. ഇതുപോലത്തെ കുറേ കുട്ടി കുട്ടി ഗിഫ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചില്ലേ, അതുപോലെ കുറേ കുട്ടി കുട്ടി ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നമ്മളിന്ന് ക്രാഫ്റ്റ് സ്റ്റേഷനിൽ പോയി ഒരു കുട്ടി വ്ളോഗായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാങ്ങിയ ഐറ്റംസിൻ്റെയൊക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന എപ്പിസോഡ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊന്ന് പോയി ഫ്രഷ് ആവണം, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വരച്ചൊക്കെ നോക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.